VS ശിവകുമാറും VD സതീശനും തമ്മിൽ ആലോചിച്ച് നടത്തിയ ഒരു നാടകമാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. നിയമസഭയിൽ അംഗം എന്നുള്ള നിലയിൽ സാധാരണ അങ്ങനെ സംസാരിക്കും. നമ്മളൊരു സബ്മിഷൻ കൊണ്ടുവരുന്നുണ്ട് എല്ലാ ദേവസ്വം ബോർഡുകളിൽ നിന്ന്. സാധാരണ ചിലപ്പോൾ ഗവൺമെന്റിൽ ചില വകുപ്പുകളിൽ ചില മന്ത്രിമാർ ചില വിവരങ്ങൾ മുഴുവൻ വിവരങ്ങളും പറയണം. എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെയും ക്ഷേത്രങ്ങളുടെയും വരുമാനം സർക്കാർ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും തുക ഏതെങ്കിലും തരത്തിൽ 3000 കോടി രൂപ ഒരു വർഷം ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, ആ വരുമാനം മറ്റ് ജനവിഭാഗങ്ങൾക്ക് കൂടി, അവിടെയാണ് കുഴപ്പം, മറ്റ് ജനവിഭാഗങ്ങൾക്ക് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടി ചെലവാക്കുന്നു. സാധാരണക്കാരനായ ഒരു ഹിന്ദുവിന് അവരമ്പലത്തിൽ കാണിക്കുകയായിരുന്ന പണം സർക്കാർ എടുത്തുകൊണ്ടുപോയി മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, ആ വികാരത്തെ ആളിക്കത്തിക്കലായിരുന്നു ഇവരുടെ ഉദ്ദേശം. എങ്ങനെയാ അമ്പലത്തിൽ പോകുന്നത്? എങ്ങനെയാ ദേവാലയത്തിൽ പോകുന്നത്? പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എങ്ങനെയാ? ദുർബലമായ അവസ്ഥയിലാണ്. ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും മനസ്സിലെ എല്ലാ വിഷമങ്ങളും അമ്പലത്തിൽ പോയി ഈശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ വെച്ച് കരയുകയാണ് മനുഷ്യൻ. നാളെ, ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ദുരിതങ്ങളും മനസ്സമാധാനമില്ലായ്മയും എല്ലാമായിട്ടാണ് മനുഷ്യൻ അമ്പലങ്ങളിലും പള്ളികളിലേക്കും പോകുന്നത്. രോഗി ഒരാളുടെ ഒരു പകർച്ചവ്യാധി പകർന്നു പിടിക്കുന്നത് എങ്ങനെയാ? പ്രതിരോധ ശക്തിയില്ലാത്ത ആളുകളുടെ ശരീരത്തിലേക്കാണ് ഒരു രോഗം പകർന്നു പിടിക്കുന്നത്. ദുർബലമായ അവസ്ഥയുമായി ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, മനസ്സ് തകർന്നു പോകുന്ന ആളുകൾ, നാളെ ഒരു മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലേക്കാണ് ഈ വിഷം കുത്തിവെക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥന, നിങ്ങളുടെ വഴിപാട്, നിങ്ങൾ പുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്നത്, നിങ്ങൾ ധാരയ്ക്ക് കൊടുക്കുന്നത്, നിങ്ങൾ മാല ചാർത്താൻ കൊടുക്കുന്ന പണം, നിങ്ങൾ വഴിപാടിന് കൊടുക്കുന്ന പണം, ഇതെല്ലാം അത് ആരുടെ സർക്കാർ? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഉമ്മൻചാണ്ടിയുടെ പേര് ക്രിസ്ത്യാനിയാണല്ലോ. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കൊണ്ടുപോവുകയാണ്. ഈ പ്രചരണമാണ് കേരളത്തിൽ ഉടനീളം നടന്നത്. അപ്പൊ എന്റെ ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ, നിയമസഭയിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്രങ്ങളുടെയും വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും തുക സർക്കാർ എടുക്കുന്നുണ്ടോ? ഇനി ഏതെങ്കിലും കാര്യത്തിന് ഈ ക്ഷേത്രങ്ങൾക്ക് സർക്കാർ അങ്ങോട്ട് സഹായിക്കുന്നുണ്ടോ? ഗവൺമെന്റ് വ്യക്തമാക്കണം. വളരെ ലളിതമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ബഹുമാന്യനായ മന്ത്രി ശിവകുമാർ ഉത്തരം നൽകി. ആ ഉത്തരം, അതിനിടയിൽ വേറെ ചോദ്യമുണ്ട്. ഓഡിറ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും ഓഡിറ്റില്ല, ഒരു കണക്കുമില്ല, തോന്നിയ പോലെ ചെലവാക്കിയാണ് ഈ വരുമാനം മുഴുവൻ എന്നുള്ള കള്ളപ്രചരണം കേരളം മുഴുവൻ നടത്തി. അതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടിയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, സംസ്ഥാനത്തെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ട്രഷറിയിൽ നിക്ഷേപിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം അതാത് ദേവസ്വം ബോർഡുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങളിലെ വരുമാനങ്ങൾ അതാത് ക്ഷേത്രങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുമാണ് നിക്ഷേപിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിക്കുന്ന ഓഡിറ്റർമാരാണ്. ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ടുകൾ പബ്ലിക് ഡോക്യുമെന്റുകളാണ്, പൊതുരേഖകളാണ്. കേരളത്തിലെ ഏത് പൗരൻ ആവശ്യപ്പെട്ടാലും കിട്ടുന്ന രേഖകളാണ്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകൾക്ക് ഒരു നിശ്ചിത ചെലവിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കണമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദം വേണം. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 10 ലക്ഷം രൂപ ചെന്നൈയിലെ ദുരന്തത്തിന് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനം പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റില്ല. കൊടുക്കണമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപാകെ പെറ്റീഷൻ കൊടുക്കണം. ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർ സമ്മതിച്ചാൽ മാത്രമേ ഈ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുക അവർക്ക് ചെലവാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ
ഒരു നയാ പൈസ ഗവൺമെന്റ് എടുക്കുന്നില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി 106,33,00,000 രൂപയും, കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടി 2 കോടി രൂപയും, മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി 60,31,00,000 രൂപയും സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങോട്ട് മനസ്സിലായല്ലോ. ഇത് കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 62,18,00,000 രൂപയും കൂടൽ മാണിക്യം ദേവസ്വത്തിന് വേണ്ടി 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ നിധി ശേഖരം കണ്ടെത്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1.5 ലക്ഷം കോടിയെന്നോ 2 ലക്ഷം കോടിയെന്നോ വിലമതിക്കാനാവാത്ത സ്വത്തുകൾ കണ്ടെത്തി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് പലരും പറഞ്ഞു സർക്കാർ അതെടുക്കണം, സർക്കാരിലേക്ക് കണ്ടുകെട്ടണം. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അത് ക്ഷേത്രത്തിന്റെ സ്വത്താണ്, ആ ക്ഷേത്രത്തിന്റെ സ്വത്ത് ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കും, ആ വലിയ സ്വത്ത് സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കേരള സർക്കാർ അത് ഏറ്റെടുക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വിലമതിക്കാനാകാത്ത ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് സംരക്ഷിക്കുന്ന എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി അത് സംരക്ഷിക്കുന്നത് പൊതുഖജനാവിൽ നിന്ന് 60 കോടി രൂപയിലധികം മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആകെ 231,38,00,000 രൂപ വിവിധ ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്രങ്ങൾക്കുമായി സർക്കാർ ഖജനാവിൽ നിന്ന് ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരു കാലഘട്ടത്തിലും സർക്കാരിൽ നിന്നും ദേവസ്വം ബോർഡുകൾക്കോ ക്ഷേത്രങ്ങൾക്കോ ഇത്രയധികം തുക ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇനി ശബരിമലയെ കുറിച്ചുള്ള കാര്യം പറഞ്ഞത്, ശബരിമലയിൽ ഒരു സീസണിൽ 3000 കോടി രൂപ കിട്ടുമെന്ന് സർക്കാർ കൊണ്ടുപോകുന്നതാണ്. ശബരിമലയിൽ ഒരു സീസണിൽ കിട്ടുന്ന വരുമാനം 150 കോടി രൂപയാണ് ശരാശരി. ചിലപ്പോൾ അത് 160 ആവും, ചിലപ്പോൾ അത് 140 ആവും. 150 കോടി രൂപയാണ് ശരാശരി കഴിഞ്ഞ 5 വർഷം ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അതിൽ നിന്ന് ഒരു പൈസ സർക്കാർ എടുത്തിട്ടില്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി കിടക്കുകയാണ്. നിങ്ങൾ അറിയണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1200-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ശബരിമല ഉൾപ്പെടെ 30 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വന്തം വരുമാനം കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന ക്ഷേത്രങ്ങൾ. സ്വന്തം വരുമാനം, ആ ക്ഷേത്രങ്ങൾക്ക് വരുമാനമുണ്ട്, സ്വന്തമായി വരുമാനമുണ്ട് 30 ക്ഷേത്രങ്ങൾക്ക് മാത്രം. ബാക്കിയുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും നിത്യനിദാന ചെലവുകൾ നടത്തുന്നത് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാരെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 6000-ഓളം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുക ചെലവഴിക്കുന്നത് ഈ ശബരിമലയിൽ നിന്നുൾപ്പെടെ ഈ 30ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ദേവസ്വം ബോർഡാണ്. പൈസ കുറയുമ്പോഴാണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി തെളിക്കുന്നതും അവിടെ പൂജാരിമാർ പോകുന്നതും എല്ലാം ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. ശബരിമലയിൽ 150 കോടി രൂപ ഒരു വർഷം ശരാശരി ക്ഷേത്രത്തിൽ വരുമാനമുണ്ടാകുമ്പോൾ നിങ്ങൾ അറിയണം സർക്കാർ എത്ര രൂപ ചെലവാക്കുന്നു. ഈ കഴിഞ്ഞ വർഷം 95 കോടി രൂപയാണ് അങ്ങോട്ടുള്ള റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം കേരള സർക്കാർ ചെലവഴിച്ചത്. 95 കോടി രൂപ. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ശബരിമലയിലേക്കുള്ള റോഡുകൾ സീസണിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ചെലവാക്കിയത് 540 കോടി രൂപയാണ്. അപ്പൊ എവിടേക്കാ പോകുന്നത് പണം? എങ്ങോട്ടും പോകുന്നില്ല പണം. നമുക്കറിയാം. അതും കൂടാതെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഈ വർഷം 65 കോടി രൂപ ചെലവാക്കി. ആരോഗ്യവകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് 15 കോടി രൂപ ചെലവഴിച്ച് അവിടെ ആശുപത്രി സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. സന്നിധാനത്തിൽ 5 കോടി രൂപയുടെ ചെലവിൽ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഇനി ഒരു കാര്യം കൂടി പറയാം, അവിടെ പോലീസിനെ നിയോഗിക്കും. ആ പോലീസിന്റെ ഭക്ഷണം, അതിനുള്ള പണം നേരത്തെ കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡായിരുന്നു അത് കൊടുത്തിരുന്നത്. അതിപ്പോ മാറ്റി ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. മെസ്സിനുള്ള പൈസ ഈ വർഷം 2 കോടി രൂപ കൊടുത്തു. അവിടെ പോകുന്ന ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ TA കൊടുക്കുന്നത് വരെ സംസ്ഥാന സർക്കാരാണ്. 75 ലക്ഷം രൂപ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും TA ആയി മാത്രം ഈ സർക്കാർ ശബരിമലയിലേക്ക് ചെലവാക്കി. എന്നിട്ടാണ്
ശബരിമലയിലെ വരുമാനം ഗവൺമെന്റ് കൊണ്ടുപോയി മറ്റ് മതവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന കള്ളപ്രചരണം നടത്തുന്നത്. അത് ചുരുക്കത്തിൽ മന്ത്രി പറയുന്നു, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും 1 രൂപ പോലും സർക്കാർ ഖജനാവിൽ വരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. ഈ സർക്കാരിൽ നിന്നും ചെലവഴിച്ച തുകയുടെ ഡീറ്റെയിൽസ് സ്പ്ലിറ്റപ്പ് ആര് ചോദിച്ചാലും ഞാൻ തരാം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ വിവരം ബഹുമാനപ്പെട്ട മന്ത്രി മറുപടിയായി പറയുന്നത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് നിയമസഭ കേൾക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. മഹാഭൂരിപക്ഷം MLA-മാർ ഇത് മന്ത്രി പറയുന്നത് വരെ വിചാരിച്ചിരുന്നത് ഈ ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ കൊണ്ടുപോകുന്നു എന്നാണ്. ഞാൻ 110 ഫോട്ടോ കോപ്പിയാണ് ഇതിൻ്റെ എടുത്തത്. എല്ലാ MLA-മാരും, മിക്കവാറും എല്ലാ MLA-മാരും എൻ്റെ കയ്യിൽ നിന്ന് ഇത് കോപ്പി വാങ്ങിച്ചു കൊണ്ടുപോയി. അത്ഭുതത്തോടു കൂടി അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ഈ കള്ളത്തരങ്ങൾ വിശ്വസിച്ചിരുന്നു. അതാണ് ഗീബൽസിനെ പറ്റി പറയുന്നത്. ഹിറ്റ്ലറുടെ പ്രചരണ മന്ത്രിയായിരുന്നു ഗീബൽസിന്റെ ഒരു തത്വമുണ്ട്, 1000 പ്രാവശ്യം ഒരു നുണ ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമായി തീരും എന്ന ഗീബൽസിയൻ പ്രചരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അന്ന് രാത്രി ഞാൻ ഇവരെല്ലാം സമ്മതിച്ചു, ഇല്ല ഞങ്ങളാരും കുമ്മനം വന്ന് പറയുകയാണ്. ഇല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, അങ്ങനെ സർക്കാരിൻ്റെ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, കുമ്മനം രാജശേഖരൻ അങ്ങനെ പറഞ്ഞാൽ കുമ്മനം രാജശേഖരൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ഓഡിയോ കാസറ്റ് ഞാൻ ഹാജരാക്കും. ദേ വരുന്നു ശശികല ടീച്ചർ പറയുന്നു, സതീശൻ സാറിനോട് ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിൻ്റെ CD ഹാജരാക്കണം. ഞാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. വെറുതെ രാത്രിയിലൊന്ന് യൂട്യൂബിൽ കയറിയപ്പോൾ നിരവധി പ്രസംഗങ്ങളാണ്. ശശികല ടീച്ചർക്ക് വിശകല ടീച്ചർ എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം വായിൽ നിന്ന് വിഷമമിക്കുകയാണ്. അവരുടെ ഒരു പ്രസംഗം ഞാൻ പറയാം. കേരളത്തിലെ ഹിന്ദുക്കൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തിൽ ഒലിച്ചു പോകുന്ന മാപ്പിളമാരെ കേരളത്തിലുള്ളൂ. ഇതാണ് ഒരു പ്രസംഗം. പിന്നെ അവർക്ക് വിശകല എന്നല്ലാതെ എങ്ങനെയാണ് പേരിടേണ്ടത്? ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിത്തുകൾ വിതയ്ക്കാൻ സംഘപരിവാർ ശക്തികൾ നിയോഗിച്ചിട്ടുള്ള ആളാണ് വിശകല ടീച്ചർ. 24 മണിക്കൂറിനകം ഞാൻ അവരുടെ ചാലക്കുടിയിലെ പ്രസംഗം ഹാജരാക്കി. എല്ലാ TV ചാനലുകളും പ്രകാശനം ചെയ്തു. അതിലാണ് നേരത്തെ പറഞ്ഞ പ്രസംഗം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങളിടുന്ന ഈ കാണിക്ക, കണ്ണീരും ചേർത്തിടുന്ന ഈ കാണിക്ക, ഭഗവാൻ രാത്രിയാകുമ്പോൾ മഞ്ഞപ്പെട്ട് വിരിച്ചു കൊണ്ടുപോവുകയാണോ? എവിടെയാണ്? കാണാനില്ല. ശബരിമലയിലെ 3000 കോടി രൂപ കാണാനില്ല. ഈ സർക്കാർ ഇത് കൊള്ളയടിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തിയ അവരുടെ പൊള്ളപ്രസംഗത്തിന്റെ ഓഡിയോ CD ഞാൻ ഹാജരാക്കി. പിന്നെ മിണ്ടാട്ടമില്ല. അപ്പോഴാണ് പറവൂരിൽ 2 പോസ്റ്ററുകൾ വരുന്നു. 2 പോസ്റ്ററുകൾ എന്താണ്? ഒന്ന് പെരുവാരം മഹാദേവ ക്ഷേത്രം, 2 പട്ടാളം ജുമാ മസ്ജിദ്, 3 സെന്റ് തോമസ് കത്തീഡ്രൽ. എനിക്ക് തോന്നുന്നു കോട്ടയ്ക്കാവ് പള്ളിയാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ 3 പേര് എഴുതിയിട്ട് ഇവിടങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യവും ഭരണപരമായ അവകാശവും ഹിന്ദുക്കൾക്ക് മറ്റുള്ളവർക്ക് പോലെ ഉണ്ടോ? MLA സതീശൻ സംവാദത്തിന് തയ്യാറുണ്ടോ? ഒരു പോസ്റ്റർ. രണ്ടാമത്തെ പോസ്റ്റർ, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്നത് ആര്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വത്തിന്റെ 2006 നിക്ഷേപം 125 കോടി രൂപ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ തിരിഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞതൊക്കെ 125 കോടി രൂപ MLA സതീശൻ മാപ്പ് പറയുന്നു. അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തു. ഞാൻ തിരുവനന്തപുരത്ത് അസംബ്ലിയിലാണ്, എന്നാലും ഞാനതിന് മറുപടി കൊടുത്തു. ഒന്ന് പെരുവാരം ക്ഷേത്രം, പട്ടാളം പള്ളി, കോട്ടയ്ക്കാവ് പള്ളി, ഈ 3 സ്ഥലത്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് എന്താ വ്യത്യാസം? അതൊന്ന് മുസ്ലിം പള്ളി, ഒന്ന് ക്രിസ്ത്യൻ പള്ളി, ഒന്ന് ഹിന്ദു ക്ഷേത്രം. പെരുവാര ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ട്? എന്താ എഴുതി വെച്ചതിൻ്റെ അർത്ഥം? എഴുതി വെച്ചവരെന്ന് ചോദിക്കണം. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, എൻ്റെ ലോക്കൽ ഗാർഡിയനാണ് പെരുവാരത്തപ്പൻ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ലോക്കൽ ഗാർഡിയനാണ് പെരുവാരത്തപ്പൻ. ഞാൻ ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണ്. ഒരു സംശയമില്ല, കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അവിടെ പോയി
ആരാധിക്കുന്ന ആളാണ്. എൻ്റെ ലോക്കൽ ഗാർഡിയനാണെന്ന് ഞാൻ തമാശയായിട്ട് എല്ലാവരോടും പറയും. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇന്നേ വരെ അവിടെ ആർക്കെങ്കിലും ആരാധനാ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന ആളുകളൊക്കെ കൂടി അവിടെ ഒരു വേലി കെട്ടിവെച്ച ആളുകൾക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റാത്തൊരു തടസ്സം ഉണ്ടാക്കിയതല്ലാതെ, നമ്മളാരും ഉണ്ടാക്കിയതല്ല, ഇവര് തന്നെ ഉണ്ടാക്കിയതല്ലാതെ അവിടെ എന്ത് തടസ്സമാണ് പെരുവാരം ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിന് തടസ്സമുള്ളത്? പിന്നെ ഭരണപരമായ അവകാശം ഇല്ല. എന്താ ഇല്ലാത്തത്? അത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്, ഹിന്ദുക്കളുടെ തന്നെ ദേവസ്വം ബോർഡാണ്. അവിടെ ക്ഷേത്ര സമിതിയുണ്ട്. അപ്പൊ ഇപ്പൊ പറയുന്നത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ഹിന്ദുക്കൾക്ക് ഭരണപരമായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ്. പെരുവാരത്ത് ഒരു ക്ഷേത്ര സമിതിയുണ്ട്. സമിതി എപ്പോഴും വഴക്കാണ്. ഒരു കൂട്ടർ തന്നിരിക്കുന്ന ഒരു പരാതി എൻ്റെ കയ്യിലുണ്ട്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ കുറിച്ച് തന്നിരിക്കുന്ന പരാതിയുണ്ട്, ഭരണസമിതിയിൽ ഇരിക്കുന്നവരെ കുറിച്ച്. അവിടെ ഇരുന്ന് ഫുൾ ടൈം വെള്ളമടിയെന്നാണ് പരാതി. അപ്പോ സംഘപരിവാർ ചോദിക്കുന്നത്, ഹിന്ദു ഐക്യവേദി ചോദിക്കുന്നത്, ദേവസ്വം ബോർഡിൽ നിന്നും ഇതെടുത്ത് അവിടെ ദേവസ്വം ഓഫീസിലിരുന്ന് കള്ളുകുടി നടത്തുന്ന ആളുകൾക്ക് ഇതിന്റെ ഭരണ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണോ? ഞാനല്ല പറഞ്ഞിട്ടാ കള്ളുകുടിക്കുന്നു, ഞാനല്ല. രേഖാമൂലം ദേവസ്വം ബോർഡിന് അയച്ച പരാതിയിൽ അതിന്റെ കോപ്പി എനിക്ക് തന്നതിലുണ്ട്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് വന്നത്? ഒരു നല്ല ചോദ്യമുണ്ട്, പെട്ടെന്ന് വിശ്വസിക്കും. ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ്, ക്രിസ്ത്യാനിക്കില്ല, പള്ളിക്ക് കുഴപ്പം, മുസ്ലിമിനില്ല കുഴപ്പം. എന്തിന് സർക്കാർ നിയന്ത്രിക്കുന്നു? സർക്കാരല്ല, ദേവസ്വം ട്രസ്റ്റിയാണ്. ട്രസ്റ്റീഷിപ്പ്